അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഞാനിവിടെ ഇതിനായിട്ട് 250 ഗ്രാം വെണ്ടയ്ക്കാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കഴുകി വൃത്തിയാക്കി എടുക്കുന്ന സമയത്ത് ഈ വെണ്ടയ്ക്കയുടെ രണ്ടറ്റവും കട്ട് ചെയ്യാതെ വേണം കഴുകി വൃത്തിയാക്കി എടുക്കാൻ. നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഈ വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കി എടുക്കുന്നതെങ്കിൽ കുറച്ച് സമയം നമ്മൾ ഉപ്പ് വെള്ളത്തിൽ ഇട്ടിട്ടല്ലേ എടുക്കുന്നത്. ആ സമയം കൊണ്ട് ഈ വെണ്ടയ്ക്കയുടെ അകത്ത് വെള്ളം കയറി പിന്നെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നത് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് രണ്ടറ്റവും കട്ട് ചെയ്യാതെ വേണം കഴുകി വൃത്തിയാക്കി എടുക്കാനായിട്ട്. അതുപോലെ തന്നെ വെണ്ടയ്ക്ക വാങ്ങുമ്പോൾ പിഞ്ച് വെണ്ടയ്ക്ക നോക്കി വേണം വാങ്ങാനായിട്ട്. നമ്മളിത് ഒടിച്ചു നോക്കുമ്പോൾ ഒടിഞ്ഞു വരണം. നമ്മൾ ഒരു വെണ്ടയ്ക്ക എടുത്തിട്ട് ഇതുപോലെ എൻ്റെ അറ്റത്തൊന്ന് ഒടിച്ചു നോക്കുമ്പോൾ അത് ഒടിഞ്ഞു കിട്ടും. ഇത് പിഞ്ച് വെണ്ടയ്ക്ക. ഒടിഞ്ഞു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് പിഞ്ച് വെണ്ടയ്ക്കല്ല. അപ്പൊ അത് നോക്കി വാങ്ങുക. അതുപോലെ കഴുകി വൃത്തിയാക്കി ഇതാ എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുക. വലുപ്പത്തിലുള്ള കഷ്ണങ്ങൾ എന്ന് പറയുമ്പോൾ തീരെ കനം കുറഞ്ഞതും അല്ല കനം കൂടിയതും അല്ല, ആ ഒരു രീതിക്ക് കട്ട് ചെയ്തെടുക്കുക. ഇപ്പൊ ഇതാ വെണ്ടയ്ക്ക എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കനത്തിലാണ് വെണ്ടയ്ക്ക കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഒരു മിക്സിംഗ് ബൗളില് 1/4 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ ആണ്, 3-4 ടേബിൾ സ്പൂൺ എടുക്കുക. ഈ തൈരിന്റെ കട്ടകളെല്ലാം ഒന്ന് ഉടച്ചെടുക്കുക. ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കുക. അപ്പൊ തൈരിന്റെ കട്ടകളെല്ലാം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 250 ml കപ്പിന് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പൊ ദാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. ഇപ്പൊ എണ്ണ ദാ ചൂടായിട്ടുണ്ട്. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെക്കുക. ഒരു 6 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. നല്ല ജീരകമാണ്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കൂട്ടിയിടരുത്, മീഡിയം ഫ്ലെയിം വെക്കുക. അപ്പൊ നല്ലൊരു മണം വരുന്നുണ്ട്. വെളുത്തുള്ളിയുടെ നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഈ ഒരു സമയം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക മുഴുവനും ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. വെണ്ടയ്ക്കയെല്ലാം ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്ന് ഞരടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് മൊരിയിച്ചിട്ടെടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിം തന്നെ വെക്കുക. ഒരു 3 മിനിറ്റും കൂടെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്കെല്ലാം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ചതച്ച മുളകാണ്. ചതച്ച മുളക് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും. കാശ്മീരി മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. നല്ല ജീരകത്തിന്റെ പൊടിയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതുവരെയ്ക്ക് ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കുക. ഇളക്കി കൊടുക്കുക. ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്ത് ആ പൊടിയുടെ ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ മാത്രം മതി. ഇപ്പോൾ ഒരു 10 സെക്കൻഡ് ഇതായിട്ടുണ്ട്. ഇനി ഇത് ഒരറ്റത്തേക്ക് മാറ്റി വെക്കാം. ഇതുപോലെ ഒരറ്റത്തേക്ക് ഇതാ മാറ്റി വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കുക. ഈ കടലമാവ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം കൂട്ടിയിടരുത്, ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആ കടലമാവിൻ്റെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കും. ഇപ്പോൾ ഒരു 15 സെക്കൻഡ് ഇതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കടലമാവ് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഒരു നല്ലൊരു മണം വരും. ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒരു സവാള ഇതുപോലെ എതളുകളായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഈ സവാളയും കൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. സവാള ഒക്കെ ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ കലക്കി വെച്ച തൈര് മുഴുവനും ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം അങ്ങ് കൂട്ടി വെച്ച് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. എല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്.
ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവായതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കട്ടെ. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ സൈഡിലൊക്കെ ദാ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. കണ്ടിട്ട് നല്ലോണം ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് മസാലകളൊന്നും ഇല്ലാതെ നമ്മുടെ വെണ്ടയ്ക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ ബെസ്റ്റ് കോമ്പിനേഷനാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം. ഇപ്പം നല്ലോണം ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഫ്ലെയിം ഓഫാക്കാം. കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വെണ്ടയ്ക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരുപാട് മസാലകളൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള വെണ്ടയ്ക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യം നിങ്ങൾ വെണ്ടയ്ക്ക വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും വെണ്ടയ്ക്ക കിട്ടുമ്പോൾ ഇങ്ങനെ മാത്രമേ ചെയ്യുള്ളൂ. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആണ്. എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് മസാലകളൊന്നും ആവശ്യമില്ല. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകും. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പം നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്